ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടിയ ഒരു യാത്രയിൽ ഒരു കുരുടന്റെ നിലവിളിക്ക് ദൈവത്തിന്റെ കാതുകൾ ഓടിയെത്തിയെങ്കിൽ, സ്നേഹിത, നീ പറയുന്ന ചെറുതും വലുതുമായ വാക്കുകൾ ദൈവത്തിന്റെ കാതുകളിലുണ്ട്. ക്രിസ്തുവിനെ കണ്ട ഓരോ ദൈവമക്കളും ഓരോ ദിവസവും ദൈവകൃപ അനുഭവിച്ചു വേണം ജീവിക്കും. നാം കൃപ അനുഭവിക്കുക മാത്രമല്ല, നമ്മളോടൊരാൾ സംസാരിച്ചാൽ നമ്മുടെ സംസാരം ആ വ്യക്തിയിൽ ദൈവകൃപ ഉളവാക്കുന്നതാകാം. ചിലർ നെഗറ്റീവായി സംസാരിക്കുന്നവരുണ്ട്, വാക്കുകൊണ്ട് ഇടിച്ചു താക്കുന്നവരുണ്ട്, വാക്കുകൊണ്ട് പരാജയപ്പെടുത്തുന്നവരുണ്ട്, വാക്കുകൊണ്ട് തകർച്ചകൾ വിതയ്ക്കുന്നവരുണ്ട്. നാം അവരെ പോലല്ല. കൃപ പ്രാപിച്ച നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർക്കും ദൈവകൃപ കിട്ടത്തക്ക രീതിയിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യമാണ് ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകരുതാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. കർത്താവിനെ കണ്ടൊരു ദൈവവൈദ്യന്റെ വായിലെ വാക്കുകളെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്നിനോട് വചനം ഓർപ്പിക്കാം. യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനോട് ബന്ധപ്പെട്ട് തോമസ് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കർത്താവ് വന്നു. ശിഷ്യന്മാര് തോമസിനോട് പറഞ്ഞു, കർത്താവ് വന്നു, ഞങ്ങൾ കർത്താവിനെ കണ്ടു, അവന്റെ ആണിപ്പഴുതിലെ കരങ്ങൾ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തോമസ് പറഞ്ഞു, ഇല്ല, ഞാൻ അവന്റെ ആണിപ്പഴുതിൽ വിരലിടാതെ വിശ്വസിക്കുകയില്ല. തോമസ് കൂടെ ഉള്ളൊരു സാഹചര്യത്തിൽ കർത്താവ് വന്നപ്പോൾ കർത്താവ് തോമസിനോട്, തോമസേ കയറി വാ, നിന്റെ ആ വിരല് കൊണ്ട് നിന്റെ ആണിപ്പഴുതിൽ ഒന്ന് ഇടുക എന്ന് പറഞ്ഞപ്പോ എന്റെ കർത്താവും ദൈവവുമായി ഉള്ളോവേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന തോമസിനെ നമുക്ക് കാണുവാൻ കഴിയും. യേശുവില്ലാത്തപ്പോ തോമസ് പറഞ്ഞതുപോലും യേശു അറിഞ്ഞെങ്കിൽ, യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടുവെങ്കിൽ നിന്റെ ഓരോ ശബ്ദങ്ങളും ദൈവം കാതോർക്കുകയും. ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടിയ ഒരു യാത്രയിൽ ഒരു കുരുടന്റെ നിലവിളിക്ക് ദൈവത്തിന്റെ കാതുകൾ ഓടിയെത്തിയെങ്കിൽ, സ്നേഹിത, നീ പറയുന്ന ചെറുതും വലുതുമായ വാക്കുകൾ ദൈവത്തിന്റെ കാതുകളിലുണ്ട്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകരുതാത്തതൊന്നും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. നമ്മുടെ വായിലെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമാകട്ടെ. നമുക്ക് പറയാനിടയാകട്ടെ, കർത്താവേ, ഹല്ലേലൂയ, നിന്റെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കാം. നല്ല വാക്ക് പറയുവാൻ കൃപ തരണം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയുള്ള കരം നിന്റെ മക്കളുടെ മേൽ നീട്ടണം. അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് പൊതിയണം. അവരുടെ അകത്ത് ഇതുവരെ നടക്കാത്ത വലിയ ദൈവകൃപ നടക്കണം. അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് പൊതിയണം. അവരുടെ അകത്ത് പുതിയ ബലം കൽപ്പിക്കണം. കൃപയോടുകൂടിയ വാക്കുകൾ സംസാരിക്കാൻ കൃപ ചെയ്യണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. എപ്പോഴും നമ്മുടെ വാക്ക് കൃപയോടുകൂടി ഇതായിരിക്കട്ടെ. ഗോഡ് ബ്ലസ്.